ഹലോ, ഇന്ന് നമുക്ക് ഒരു ബോ ക്രോഷ്യ ചെയ്താലോ? നമുക്ക് ഹെയർ ബാൻഡിലും ക്ലിപ്പായിട്ടും പിന്നെ ഷൂസിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബോ ആണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് മാജിക് റിംഗ് ചെയ്യണം. പിന്നെ അതിലേക്ക് 4 ചെയിൻ സ്റ്റിച്ചസ്. ഈ ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 ട്രിപ്പിൾ ക്രോഷ്യയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുന്നതനുസരിച്ച് ട്രിപ്പിൾ ക്രോഷ്യൻ്റെ സൈസ് കൂട്ടാം. 5 എണ്ണോ 6 എണ്ണമൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ ചെറിയ ഒരെണ്ണം കാണിക്കുന്നത് കാരണം 4 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ ഒരു സൈഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു തവണ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക, പിന്നെ 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ചെയ്യാണ്. ബോ പലതരം ഉണ്ട്, പല സൈസസിൽ പല വെറൈറ്റീസിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ബോ ആണ്. നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മാജിക് റിങ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. യാണിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്താൽ റിങ് ക്ലോസ് ആയി കിട്ടും. ഇനി ബാക്കി വന്ന യാണ് നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് ആ യാണ് സെൻറ്ററിലൂടെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബോ കറക്റ്റ് അങ്ങനെ നല്ല റെഡി ആയിട്ട് വരും കേട്ടോ. ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബോ നമുക്ക് ഷൂസിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്.